ഇന്ന് നമ്മൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ ചെറായി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എന്താണ് ചെറായിയുടെ പ്രത്യേകത? ചരിത്ര പ്രസിദ്ധമായ മിശ്രഭോജനം, പന്തിഭോജനം നടന്ന സ്ഥലമാണ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു സഹോദരൻ അയ്യപ്പൻ. എറണാകുളത്ത് വൈപ്പിൻ ദ്വീപിലെ ചെറായിയിൽ കുമ്പളത്തുപറമ്പിൽ കൊച്ചുവൈദ്യരുടെയും ഉണ്ണൂലിയുടെയും മകനായി 1889 ആഗസ്റ്റ് മാസം 22-ാം തീയതിയാണ് അയ്യപ്പൻ ജനിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ചെറായിയിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. എന്താണ് ചെറായിയുടെ പ്രത്യേകത? ചരിത്ര പ്രസിദ്ധമായ 1917 പന്തിഭോജനം അല്ലെങ്കിൽ മിശ്രഭോജനം നടത്തിയ സ്ഥലമാണ്. ആരാണ് അതിന് നേതൃത്വം കൊടുത്തത്? സഹോദരൻ അയ്യപ്പൻ എന്ന നവോത്ഥാന നായകന്മാരിൽ ഒരാളാണ് അതിന് നേതൃത്വം കൊടുത്തത്. എൻ്റെ പിന്നിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ സഹോദരൻ അയ്യപ്പൻ, നവോത്ഥാന നായകന്മാരിൽ ഒരാളായ സഹോദരൻ അയ്യപ്പൻ്റെ ജന്മഗൃഹമാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്യങ്ങളെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. ഈഴവ സമുദായത്തിൽ ജനിച്ച അദ്ദേഹം തൊട്ടുകൂടാത്തവരായി അവഗണിക്കപ്പെട്ടിരുന്ന ദളിതരെ ചേർത്ത് മിശ്രഭോജനം നടത്തുകയുണ്ടായി. (1920) മുതൽ അംബേദ്കർ പ്രസ്ഥാനത്തോട് ഐക്യപ്പെട്ട കേരളീയനായാണ് സഹോദരൻ അയ്യപ്പൻ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ബുദ്ധമത ചിന്തയെ കേരളത്തിൽ നവീകരിച്ചു കൊണ്ടുവരുന്നതിന് അദ്ദേഹം മുൻകൈയെടുക്കുകയുണ്ടായി. ചെറായിൽ അച്യുതൻ വൈദ്യരുടെ വിദ്യാലയത്തിൽ 1 വർഷത്തെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം പറവൂർ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് പഠനത്തിനായി ചേർന്നു. അതിനുശേഷം ചെന്നൈയിൽ പോയി ശാസ്ത്രം പഠിച്ചുവെങ്കിലും സാമ്പത്തിക ബാധ്യത മൂലം അദ്ദേഹത്തിന് പഠനം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. സമുദായത്തിൽ വേരൂന്നിയിരുന്ന അനാചാരങ്ങളെ പിഴുതെറിയാനുള്ള വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നേതാവായി സാമൂഹ്യ പ്രവർത്തന രംഗത്ത് അദ്ദേഹം ഇറങ്ങുകയുണ്ടായി. 1917 മെയ് 29-നാണ് സുപ്രസിദ്ധമായ മിശ്രഭോജനം നടന്നത്. ഈഴവരെയും പുലയ സമുദായക്കാരെയും ഒന്നിച്ചിരുത്തി ജാതീയത രൂക്ഷമായിരുന്ന കാലത്ത് അധകൃതരുടെ ഇടയിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അതോടുകൂടി അദ്ദേഹത്തിന് പുലയൻ അയ്യപ്പൻ എന്നുള്ള പേര് ലഭിക്കുകയുണ്ടായി. ആ വിശേഷം അദ്ദേഹം അഭിമാനപൂർവ്വം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം സഹോദര സംഘം സ്ഥാപിക്കുകയും മിശ്ര വിവാഹവും മിശ്രഭോജനവും വഴി അയ്യപ്പൻ കേരളത്തിൽ പരിവർത്തനത്തിന്റെ കൊടുങ്കാറ്റ് അഴിച്ചുവിടുകയുണ്ടായി. ആദ്യകാലത്ത് ഒരു തൊഴിലാളി സംഘടനയ്ക്ക് അദ്ദേഹം രൂപം കൊടുത്തിരുന്നു. ആദ്യ വൈപ്പിൻ തൊഴിലാളി സംഘം എന്നായിരുന്നു അതിൻ്റെ പേര്. അക്കാലത്തെ വേലക്കാരൻ എന്നൊരു പത്രവും അദ്ദേഹം ആരംഭിച്ചിരുന്നു. 1919 മട്ടാഞ്ചേരിയിൽ നിന്ന് സഹോദരൻ എന്ന പേരിൽ ഒരു പത്രം തുടങ്ങുകയുണ്ടായി. 1968 ഹൃദ്രോഗബാധിതനായാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായി വൈറ്റില മുതൽ കടവന്ത്ര വരെയുള്ള റോഡിന് സഹോദരൻ അയ്യപ്പൻ എന്ന പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്.